ചെകുത്താന്റെ എപ്പിസോഡ് നമ്പർ 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കഥ തുടങ്ങുമ്പോൾ നിക്കി പീയൂഷിനോട്, ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയം എന്നെ കാണാൻ വരാത്തത് എന്താണ് പീയൂഷ്? ഞാൻ വിശാചിനിയുടെ അടുത്ത് നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് വന്നത്. ഞാൻ ഒരിക്കലും പീയൂഷിനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. എന്നെ ഒറ്റയ്ക്കാക്കിയില്ലേ പീയൂഷ് എന്നൊക്കെ കുറെ വിഷമങ്ങൾ പറയുകയാണ് നിക്കി. അത് കേൾക്കുന്ന പീയൂഷ്, നേത്ര അവരെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്. സോറി നിക്കി എന്ന് പീയൂഷ് പറയുന്നത് കേൾക്കുന്ന നിക്കി പീയൂഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ നിക്കിയുടെ റൂമിന്റെ പുറത്ത് രചന മറഞ്ഞു നിന്ന് നിക്കിയെ നോക്കുന്നത് നിക്കി കാണുകയാണ്. രചന നിക്കിയോട് പീയൂഷിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നിക്കിക്ക് രചനയുടെ മുഖത്തുള്ള ടെൻഷൻ കണ്ട് ഡൗട്ട് തോന്നുകയാണ്. ശേഷം ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് നിക്കി പീയൂഷിന്റെ അടുത്ത് നിന്ന് പോവുകയാണ്. എന്നിട്ട് നിക്കി രചനയുടെ അടുത്ത് പോയിട്ട്, നീ എന്താണ് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? നീ എന്നോട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ രചന നിക്കിയോട് പേടിച്ച് പേടിച്ച് പീയൂഷിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് പീയൂഷ് അല്ല, പീയൂഷ് രാക്ഷസനായി മാറി എന്ന് പറഞ്ഞിട്ട് രചന ഓൾഡ് പാലസിൽ കണ്ട കാര്യങ്ങളെല്ലാം പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി, രചന പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിക്കി അവിടെ നിന്ന് പോകുന്നു. രചന പറഞ്ഞതെല്ലാം ഓർമ്മിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നിക്കി. നിക്കിക്ക് പീയൂഷിനെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ശേഷം നിക്കിക്ക് കൊടുക്കാൻ തെളിവിന് വേണ്ടി രചന പീയൂഷിന്റെ പുറകെ പോകാൻ നോക്കുമ്പോൾ അവിടെ വരുന്ന നേത്ര രചനയെ തടയുകയാണ്. എന്നിട്ട് രചനയെ നേത്ര തന്റെ കൺട്രോളിലാക്കുകയാണ്. തുടർന്ന് കിച്ചണിൽ നിൽക്കുന്ന രചനയുടെ അടുത്ത് പോകുന്ന നിക്കി രചനയോട്, അന്ന് രാത്രി നീ എന്താണ് കണ്ടതെന്ന് ഡീറ്റെയിൽ ആയി പറയാൻ പറയുമ്പോൾ അത് കേൾക്കുന്ന രചന, അന്ന് എനിക്ക് ആള് മാറി പോയതാണ്, പീയൂഷ് അല്ലേ ആയിരുന്നു എന്ന് പറഞ്ഞ് രചന നിക്കിയെ ഒഴിവാക്കാൻ നോക്കുകയാണ്. രചനയുടെ അങ്ങനെയുള്ള പെരുമാറ്റം കണ്ട് നിക്കിക്ക് ഡൗട്ട് തോന്നുകയാണ്. ശേഷം രാത്രി നിക്കി പീയൂഷിനെ ഫോളോ ചെയ്ത് പുറകെ പോവുകയാണ്. ഓൾഡ് പാലസിൽ എത്തുന്ന നിക്കി പീയൂഷ് നേത്രയുടെ കൂടെ നിൽക്കുന്നത് കാണുകയാണ്. നേത്ര പീയൂഷിനോട് മാലിക്കിന്റെ പുതിയ ശരീരത്തിൽ തലയോട്ടി വെക്കാൻ പറയുമ്പോൾ പീയൂഷ് തലയോട്ടി കയ്യിൽ എടുത്തിട്ട്, ഇപ്പോൾ നിക്കി നല്ല ഉറക്കത്തിലായിരിക്കും, ഇന്ന് തന്നെ എന്റെ പുതിയ ശരീരത്തിൽ എനിക്ക് കയറണം, അതിനു മുമ്പ് ഒരു ബലി കൊടുക്കണം, പീയൂഷിനെ തന്നെ ബലി കൊടുക്കാമെന്ന് പീയൂഷ് പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് നിക്കി. പീയൂഷിന്റെ ശരീരത്തിൽ മാലിക്കിന്റെ ആത്മാവാണെന്ന് നിക്കിക്ക് മനസ്സിലാവുകയാണ്. പീയൂഷിന്റെ ശരീരത്തിൽ മാലിക്കിന്റെ ആത്മാവാണെങ്കിൽ പീയൂഷിന്റെ ആത്മാവ് എവിടെയായിരിക്കും എന്ന് നിക്കി പറയുന്ന സമയം നരകത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ അവശനായി നിൽക്കുന്ന പീയൂഷിനെ കാണിക്കുകയാണ്. റൂമിൽ വരുന്ന നിക്കി, പീയൂഷ് എവിടെയായിരിക്കും, ഞാൻ എങ്ങനെ പീയൂഷിനെ കണ്ടുപിടിക്കുമെന്ന് പറയുകയാണ്. ശേഷം നിക്കി ആരും കാണാതെ ഓൾഡ് പാലസിലേക്ക് പോവുകയാണ്. ഓൾഡ് പാലസിൽ നിക്കി വന്നു എന്ന് മനസ്സിലാവുന്ന ബാലദേവി നിക്കി എന്ന് അലറി വിളിക്കുകയാണ്. ആ വിളി കേൾക്കുന്ന നിക്കി അവിടേക്ക് വരികയാണ്. അവിടെ വരുന്ന നിക്കി ബാലദേവിയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ബാലദേവി നടന്ന എല്ലാ കാര്യങ്ങളും നിക്കിയോട് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി, പീയൂഷിന്റെ ശരീരത്തിലാണ് മാലിക് എന്ന് അറിഞ്ഞ കാര്യം ബാലദേവിയോട് പറയുകയാണ്. അപ്പോൾ ബാലദേവി, പീയൂഷിന്റെ ആത്മാവിനെ നരകത്തിൽ ബന്ധിയാക്കിയിരിക്കുകയാണ് മാലിക്. അത് കേട്ട് കരയുകയാണ് നിക്കി. നിക്കി കരയുന്നത് കാണുന്ന ബാലദേവി, അകാൽ ശത്രുവിന്റെ ആത്മാവ് പീയൂഷിന്റെ ശരീരത്തിൽ കയറിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് നിക്കി. നിക്കി ബാലദേവിയോട്, എവിടെയാണെങ്കിലും ഞാൻ പീയൂഷിന്റെ ആത്മാവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും, നരകത്തിലേക്ക് ഞാൻ പോകാം, എന്നെ ബാലദേവി സഹായിക്കണമെന്ന് പറഞ്ഞ് കരയുകയാണ് നിക്കി. അത് കാണുന്ന ബാലദേവി നിക്കിയോട്, നരകത്തിലെ കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരാളെ നിക്കി കണ്ടുപിടിക്കണം, അയാൾക്ക് നിക്കിയെ സഹായിക്കാൻ കഴിയും. അത് കേൾക്കുന്ന നിക്കി ആ ആൾ ആരായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം നരകത്തിലെ രാജാവ് പീയൂഷിനോട്, ഇന്ന് നിന്റെ ആത്മാവിന് കൊടുക്കേണ്ട ശിക്ഷ നടപ്പാക്കുന്ന ദിവസമാണ്, അതിനുശേഷം നിന്റെ ആത്മാവ് നരകത്തിൽ നിന്ന് എന്നേക്കുമായി പോകുമെന്ന് പറയുമ്പോൾ അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് പീയൂഷ്. ശേഷം നിക്കി രചനയുടെ അടുത്ത് പോയി രചനയുടെ ഉള്ളിലുള്ള ദുഷ്ടശക്തിയെ മാറ്റുകയാണ്. എന്നിട്ട് നിക്കി രചനയോട്, എനിക്കൊരു സഹായം ചെയ്തു തരണമെന്ന് പറയുകയാണ്. എന്നിട്ട് നിക്കിയുടെ റൂമിൽ രചനയുമായി വരുന്ന നിക്കി രചനയെ ബെഡിൽ കിടത്തുകയാണ്. നിക്കിയാണ് ഉറങ്ങിക്കിടക്കുന്നതെന്ന് നേത്രയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് നിക്കി ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നിക്കി അവിടെ നിന്ന് പോവുകയാണ്. ശേഷം പാലസിന്റെ പുറത്തിറങ്ങുന്ന നിക്കിക്ക് പിണ്ടാരി ബാബയെ കുറിച്ച് ഓർമ്മ വരികയാണ്. തുടർന്ന് നിക്കി പിണ്ടാരി ബാബയുടെ അടുത്ത് പോവുകയാണ്. ബാബയുടെ അടുത്ത് വരുന്ന നിക്കി ബാബയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അത് കേൾക്കുന്ന ബാബ, നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി എനിക്കറിയാം, പക്ഷേ തിരിച്ചു വരാനുള്ള വഴി എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി കുറച്ചു നേരം ആലോചിച്ചിട്ട്, അത് കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാമെന്ന് പറയുകയാണ്. ഈ സമയം പാലസിൽ പീയൂഷ് പുതിയ ശരീരത്തിൽ ജീവൻ കൊടുക്കാനുള്ള പൂജ ചെയ്യുകയാണ്. അത് കണ്ട് അവിടേക്ക് പീയൂഷിന്റെ അച്ഛനും എല്ലാവരും വരികയാണ്. മറുവശത്ത് നിക്കിയും ബാബയും ഒരു ഗുഹയുടെ അടുത്ത് വരികയാണ്. ഈ വഴി നരകത്തിലേക്ക് പോകാമെന്ന് ബാബ പറയുന്നത് കേൾക്കുന്ന നിക്കി ബാബയോട് നന്ദി പറഞ്ഞ് ഗുഹയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ബാബയും കൂടെ വരാമെന്ന് പറയുകയാണ്. ബാബ പറഞ്ഞത് കേട്ട് നിക്കിക്ക് സന്തോഷം തോന്നുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഗുഹയ്ക്കകത്തേക്ക് പോവുകയാണ്. ഈ സമയം പീയൂഷിന്റെ ശരീരത്തിലാണ് മാലിക് എന്ന് പാലസിലുള്ളവർക്കെല്ലാം മനസ്സിലാവുകയാണ്. മാലിക് എല്ലാവർക്കും പുതിയ ശരീരം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ശരീരത്തിന് ജീവൻ കൊടുക്കാൻ വേണ്ടി പീയൂഷിനെ ബലി കൊടുക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. പീയൂഷ് എല്ലാവരുടെയും മുമ്പിൽ സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുകയാണ്. മറുവശത്ത് നിക്കി പല ബുദ്ധിമുട്ടുള്ള വഴിയിലൂടെ എല്ലാം യാത്ര ചെയ്ത് അവസാനം നിക്കിയും ബാബയും നരകത്തിൽ എത്തുകയാണ്. നരകത്തിൽ വരുന്ന ബാബ നിക്കിയുടെ കയ്യിൽ ഒരു ഏലസുള്ള മാല കൊടുത്തിട്ട്, പീയൂഷിന്റെ ആത്മാവിനെ ഈ ഏലസിലാക്കിയാൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ പീയൂഷിന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി ആ മാല കഴുത്തിലിടുകയാണ്. എന്നിട്ട് ബാബ, ഈ ഏലസ് പീയൂഷിന്റെ ശരീരത്തിൽ തൊട്ടാൽ പീയൂഷിന്റെ ആത്മാവ് ഈ ഏലസിന്റെ അകത്താവും എന്ന് പറയുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നരകത്തിലെ രാജാവ് വരികയാണ്. നിക്കി പീയൂഷിന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നരകത്തിലെ രാജാവ്, ഇവിടെ വരുന്ന ഒരു ആത്മാവും ഇതുവരെയും തിരിച്ചു പോയിട്ടില്ല, ഇനി അത് ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന നിക്കി ഒരു ഡ്രാമ കളിക്കുക
സമ്മതിക്കുകയാണ്. തുടർന്ന് നിക്കി നരകത്തിലെ രാജാവിനോട് എന്റെ ഹസ്ബൻഡിന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ വരെ വന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യത്തേക്ക് എന്റെ ഹസ്ബൻഡിനെ കാണാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് കരഞ്ഞു പറയുകയാണ് നിക്കി. അത് കേൾക്കുന്ന രാജാവ് സമ്മതിക്കുകയാണ്. ശേഷം നിക്കിയും ബാബയും പീയൂഷിന്റെ അടുത്തേക്ക് പോവുകയാണ്. പീയൂഷിനെ കാണുന്ന നിക്കി പീയൂഷിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ വരുന്ന നരകത്തിലെ രാജാവ് ഹസ്ബൻഡിനെ കണ്ടില്ലേ, ഇനി പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി ഏൽസിൽ നോക്കിയിട്ട് അവിടെ നിന്ന് പീയൂഷിന്റെ അടുത്തേക്ക് ഓടുകയാണ്. അവരുടെ പുറകെ നരകത്തിലെ സേനകളും ഓടുകയാണ്. ദേഷ്യം വരുന്ന നരകത്തിലെ രാജാവ് അവരുടെ പുറകെ കുറെ ഭീകര മൃഗങ്ങളെയും വിടുകയാണ്. ഭീകര മൃഗങ്ങൾ വരുന്നത് കാണുന്ന ബാബ തന്റെ ശക്തികൾ പ്രയോഗിച്ചും ബാബ തന്റെ ജീവൻ കൊടുത്തും എല്ലാ ഭീകര മൃഗങ്ങളെയും നശിപ്പിക്കുകയാണ്. ഈ സമയം നിക്കി ഓടി പീയൂഷിന്റെ അടുത്ത് വരികയും പീയൂഷിന്റെ ആത്മാവിനെ ഏലസിലാക്കുകയും ആ സമയം തന്നെ അവർ രണ്ടുപേരും നരകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ശേഷം നിക്കി പാലസിലേക്ക് വരികയാണ്. ധൈര്യത്തോടെ നിക്കി നിൽക്കുന്നത് കാണുന്ന പീയൂഷ് മൈ പ്രഷ്യസ് നിക്കി എന്ന് നിക്കിയെ നോക്കി പറയുകയാണ്. എന്നിട്ട് ഇപ്പോൾ പീയൂഷിനെ ബലി കൊടുക്കാൻ പോവുകയാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പ്രേതങ്ങളുടെ രാജാവും കൂട്ടാളികളും വരികയാണ്. അന്ന് പിശാചിനിയുടെ അടുത്ത് നിന്നും തിരിച്ചു വരാൻ നിന്ന നിക്കിയോട് ആത്മാക്കളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പ്രേതങ്ങളുടെ രാജാവ് പറഞ്ഞിരുന്നു. അതാണ് നിക്കി പ്രേതങ്ങളുടെ രാജാവിനെ വിളിച്ചുകൊണ്ട് വന്നത്. തുടർന്ന് പ്രേതങ്ങളുടെ രാജാവ് ഒത്തിരി തവണ അകാൽ ശത്രുവിനോട് പീയൂഷിന്റെ ശരീരം വിട്ടു പോകാൻ പറയും. പക്ഷേ പീയൂഷ് അതൊന്നും കേൾക്കാതെ നിൽക്കുന്നത് കാണുന്ന പ്രേതങ്ങളുടെ രാജാവ് പീയൂഷിന്റെ ശരീരത്തിൽ നിന്നും തന്റെ ശക്തി പ്രയോഗിച്ച് അകാൽ ശത്രുവിന്റെ ആത്മാവിനെ മാറ്റുമ്പോൾ നിക്കി ആ ഏലസ് പീയൂഷിന്റെ ശരീരത്തിൽ തൊടുന്നതും അകാൽ ശത്രുവിന്റെ ആത്മാവിനെയും കൊണ്ട് പ്രേതങ്ങളുടെ രാജാവ് അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു. അത് കാണുന്ന നേത്ര മാലിക്കിന്റെ പുതിയ ശരീരത്തിനെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. നേത്ര പോകുന്നത് കാണുന്ന എല്ലാവരും പീയൂഷിന്റെ അടുത്തേക്ക് വരികയാണ്. പീയൂഷിനെ കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അകാൽ ശത്രുവിന്റെ ആത്മാവിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്